ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബ് സോൾവിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് 2 ലെയറിൻ്റെ സോൾവിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ബിഗിനറാണ്, അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് 2 ലെയർ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ബേസിക് തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് വൈറ്റ് വരുന്ന സൈഡ് എടുക്കാം. ഇതാണ് വൈറ്റ്, സെൻറ്റർ വൈറ്റ് വരുന്നതാണ് വൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. ഓക്കെ, അത് യെല്ലോ ആണ്. അതിൻ്റെ നമുക്ക് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെയും 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 അങ്ങനെ 4 വൈറ്റ് പീസ് ഈ 4 അടുത്തായിട്ട് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുവരാം. അതിന് പ്രത്യേകിച്ച് ആൽഗോരിതം ഒന്നുമില്ല, നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് കൊണ്ടുവരാം. ഇതിപ്പോൾ 2 നമ്മൾ കൊണ്ടുവന്നു, ഇനി 2 ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വൈറ്റ്, ഇതിനെ എഡ്ജ് എന്ന് പറയും. വൈറ്റ് എഡ്ജിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കളർ ഏതാണെന്ന് നോക്കണം. അത് ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ സെൻറ്റർ ആയിട്ടുള്ള സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെയാണ് ബ്ലൂ, ഇതിൻ്റെ ക്യൂബിൽ നിന്ന് ഇളകി പോയതാണ്. അപ്പോൾ ബ്ലൂവിൻ്റെ സൈഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് റൈറ്റ് 2 ടൈംസ്. അപ്പോൾ വൈറ്റ് സൈഡിൻ്റെ ഇവിടെ നമ്മളെ വൈറ്റ് വരും. അത് കഴിഞ്ഞ് എല്ലാ വൈറ്റ് എഡ്ജും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഈ വൈറ്റിൻ്റെ എഡ്ജിൽ റെഡാണ് വരുന്നത്. അപ്പോൾ റെഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് റൈറ്റ് 2 ടൈംസ്. ഈ വൈറ്റിൻ്റെ ഇവിടെ പച്ചയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പച്ചയുടെ സൈഡിലോട്ട് കൊണ്ടുവരാം. അത് കഴിഞ്ഞ് റൈറ്റ് 2 ടൈംസ്. പക്ഷെ ഇനി ഒരു ഭാഗം കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ വൈറ്റിൻ്റെ എഡ്ജിൽ ഓറഞ്ചാണ് വരുന്നത്. നമുക്ക് ഓറഞ്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോകാം, റൈറ്റ് 2 ടൈംസ്. അപ്പോൾ ആ ഒരു പ്ലസ് നമ്മുടെ വൈറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറുകൾ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ ഈ വൈറ്റ് മുകളിലോട്ട് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കണം, ഈ സ്ഥലം നോക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. അപ്പോൾ തേർഡ് ലെയറിൽ വൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ വൈറ്റിൻ്റെ എഡ്ജ് കളർ നോക്കണം, അത് റെഡാണ്. അപ്പോൾ റെഡ് നമ്മൾ റെഡിൻ്റെ ഫേസിലോട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ആ മാച്ചായിട്ട് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞ് ഈ റെഡ് ഇവിടെ എത്താൻ വേണ്ടി വേറെ സ്റ്റെപ്പുണ്ട്. പക്ഷെ നമ്മൾ ഈ റെഡ് ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഇവിടെ എത്തും. പക്ഷേ ഈ സെൻറ്റർ പീസ് അപ്പുറത്തോട്ട് പോകും. അപ്പോൾ അത് പോവാതെ നമ്മുടെ ഈ വൈറ്റ് ഇവിടെ എത്തിക്കാൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ വൈറ്റ് റൈറ്റിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ താഴോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ ഇപ്പോൾ ഇത് രണ്ടും ഒരേ സൈഡിൽ കിട്ടും. എന്നിട്ട് നമ്മൾ മുകളിലോട്ടാക്കിയാൽ മതി. അടുത്ത് പിന്നെയും ഇതുപോലെ നോക്കണം. നമ്മുടെ തേർഡ് ലെയറിൽ വൈറ്റ് ഉണ്ട്, ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. ബ്ലൂവിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. ഇതിനൊരു ആൽഗോരിതം ഉണ്ട്. ഇത് ഡൗൺ ആണ് ഗൈസ്. ഇപ്പോൾ ഡൗൺ ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ഡൗൺ ക്ലോക്ക് വൈസ്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ വൈറ്റ് മാച്ചായി നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെയും തേർഡ് ലെയറിലുണ്ടോ നോക്കണം. തേർഡ് ലെയറിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ തേർഡ് ലെയറിലാക്കണം. ഈ വൈറ്റിനെ നമ്മൾ തേർഡ് ലെയറിൽ കൊണ്ടുവരണം. അതിന് സിംപ്ലി നമ്മളിപ്പോൾ ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാകുമ്പോൾ ഡൗൺ ലെയറിൽ വരും.
ഒരു മിനിറ്റ് ഗൈസ്. ഇത് താഴെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ആക്കണം, അപ്പോഴേ ഇത് ഇങ്ങോട്ട് വരുള്ളൂ. നമ്മൾ ഇത് പൊക്കുമ്പോൾ ഉണ്ടോ വൈറ്റ് ഇവിടെ വന്നിരിക്കും. വൈറ്റിൻ്റെ എഡ്ജ് കളർ നോക്കണം, അത് ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, മാച്ചായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആൽഗോറിതം ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ മൂവ്സ് നോക്കി ചെയ്താലും മതി. ഇനി ഒരു സ്ഥലവും കൂടെ ഉള്ളൂ സോൾവ് ചെയ്യാൻ. അത് നേരത്തെ പോലെ ഇവിടെയാണ് വരുന്നത്, ഈ കോർണറിലാണ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ തേർഡ് ലെയറിൽ വരും, ഗ്രീൻ മാച്ചാണ്. ഇതങ്ങനെ നമുക്ക് ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറും കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ നമ്മൾ ഈ മോളിൽ ടോപ്പ് എഡ്ജ് നോക്കണം. അതിലിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജ് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഈ റെഡിൻ്റെ ഇവിടെ ഉള്ള എഡ്ജാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓറഞ്ചും ബ്ലൂവും വരുന്നുണ്ട് എഡ്ജിൽ. അപ്പോൾ നമ്മൾ ഇതിനെ ഓറഞ്ചിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. ഓറഞ്ച് സെൻറ്ററിൽ പോയിട്ടുണ്ട്. ഇനി ഈ ബ്ലൂ ഇവിടെയാണ് എത്താൻ. ഇപ്പോൾ കേസ് എന്നൊരു ആൽഗോറിതം ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഈ ബ്ലൂ ഇവിടെ എത്തും. കേസ് ആൽഗോറിതമാണ് ഇതാണ്. ഇത് രണ്ട് പാർട്ടുണ്ട് കേസ് ആൽഗോറിതത്തിന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബ്ലൂ ഇങ്ങോട്ട് കൊണ്ടുപോകണം ഇവിടെ. അതിനുവേണ്ടി നമ്മൾ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞ് റൈറ്റ് ആൽഗോറിതമാണ്, ലെഫ്റ്റ് ആൽഗോറിതമാണ്. എൽ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, എല് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞ് നമ്മളെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മളിപ്പോൾ ഓറഞ്ചിൻ്റെ ഇവിടെ വെച്ചാണ് ചെയ്തത്. ലെഫ്റ്റ് ആൽഗോറിതം ഓറഞ്ചിൻ്റെ സൈഡിലാണ് ചെയ്തത്. ഇനി നമുക്ക് ബ്ലൂവിൻ്റെ സൈഡ് എടുത്തിട്ട് സെക്കൻഡ് പാർട്ട് ആൽഗോറിതം ചെയ്യാം. അത് റൈറ്റ് ആൽഗോറിതമാണ്. ആർ യു ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്. ഏകദേശം അപ്പോൾ നമ്മുടെ ഓറഞ്ചും ബ്ലൂവും ഇവിടെ ഇരുന്ന എഡ്ജ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനി ബാക്കി ചെയ്യാം. ഇവിടെ റെഡും ബ്ലൂവും കൂടെ ഉള്ള ഒരു എഡ്ജാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ബ്ലൂവിൻ്റെ സൈഡിൽ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് നമ്മൾ റെഡ് ഇവിടെയാണ് വരാൻ, ഈ റെഡ് ഇവിടെയാണ് വരാൻ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യു ആൻറ്റി ക്ലോക്ക് വൈസ്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആൽഗോറിതം നിങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. എൽ ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്. ഇത് കഴിഞ്ഞ് നമ്മുടെ റെഡിൻ്റെ ഫേസ് എടുത്തിട്ട് ആർ ക്ലോക്ക് വൈസ്, ആറ് ആൽഗോറിതം നമുക്ക് ഉപയോഗിക്കാം. ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമ്മൾ റെഡും ബ്ലൂവും ഫുൾ സോൾവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഓറഞ്ച് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഈ എഡ്ജാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓറഞ്ചും ഗ്രീനുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രീന് ഈ ഭാഗത്ത്, അതായത് ഇവിടെ എത്താനുള്ളതാണ്. അപ്പോൾ റൈറ്റിലോട്ടാണ് എത്താൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ആൽഗോറിതം ഉപയോഗിക്കാം. അപ്പോൾ യു ആൻറ്റി ക്ലോക്ക് വൈസ്, ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആൽഗോറിതം ഗ്രീൻ സൈഡ് എടുത്തിട്ട് എൽ ആൻറ്റി ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, എൽ ക്ലോക്ക് വൈസ്, യു. അപ്പോൾ ഗ്രീൻ ആ ഭാഗം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ ഉള്ളൂ. ഈ ഗ്രീൻ നമുക്ക് ഇവിടെ എത്തണം. അപ്പോൾ ഓൾറെഡി ആ എഡ്ജ് റെഡിൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ആൽഗോറിതം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പച്ചയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിനെ എത്തിക്കാം. യു ഡാഷ്, അത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് ആൽഗോറിതം എൽ ഡാഷ്, യു ഡാഷ്, എൽ യു, ആർ യു, ആർ ഡാഷ്, യു ഡാഷ്. അപ്പോൾ നമ്മുടെ രണ്ട് ലെയറും സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വൈറ്റും പിന്നെ ബാക്കി രണ്ട് ലെയറും സോൾവ് ആയിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ ഞാനിതൊരു പഠിച്ചിട്ടില്ല. അതിൻ്റെ വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും ഗൈസ്. ഞാനത് പഠിച്ചു കഴിഞ്ഞ ഉടനെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൽഗോറിതം നിങ്ങൾക്ക് എഴുതിയെടുത്ത്
ചെയ്യാവുന്നതാണ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സോൾവ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ അഭിനവ് സൈനിങ് ഓഫ്.